ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ക്യൂർ ആൻഡ് കെയർ എന്നുള്ള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പിത്തദോഷത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പിത്തം എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് വാട്ടർ രണ്ടും ചേർന്നിട്ടാണ് പിത്തം. വാദത്തിൽ എയർ ആൻഡ് സ്പേസ് ആണ്. സോ ഓരോന്നിലും പഞ്ചമഹാഭൂതം എല്ലാം ചേർന്നിട്ടാണ് ത്രിദോഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിത്തത്തിന് മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ മെറ്റബോളിസമാണ്. വാദത്തിൻ്റെ ന്യൂറോളജിക്കലാണ്. പക്ഷേ പിത്തത്തിൻ്റെ മെറ്റബോളിസം, ഡൈജഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ജോലി. അപ്പോൾ ഇപ്പം ഞാൻ ഇടുന്ന ഈ ചിത്രത്തിൽ കാണാം ചില ഭാഗങ്ങൾ കളേർഡാണ്. ഈ കളേർഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പിത്തം ഇരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ അവിടെയാണ്. സോ ഇവിടെ കാണാം ഐസ്, ബ്രെയിൻ, ഹാർട്ട്, ലിവർ. ഇതിൽ എന്തെങ്കിലും ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഓർഗൻസിനെ ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യും. എല്ലാം എഫക്റ്റ് ചെയ്യുന്നല്ല, ഒന്നോ രണ്ടോ ഓർഗൻസിനെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും. ബേസിക്കലി നമ്മുടെ ഡൈജഷനെയാണ് ഫസ്റ്റ് ബാധിക്കുക. ബിക്കോസ് അവിടെയാണ് നമ്മുടെ മെയിൻ ജോലി. ഇപ്പോൾ ഇങ്ങനെയുള്ളവർ അവരുടെ നേച്ചർ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും, മെൻ്റലി ആൻഡ് ഫിസിക്കലി. വാദത്തിൻ്റെ പറഞ്ഞ മാതിരി തന്നെ പിത്തത്തിനും അവരുടേതായിട്ടുള്ള നേച്ചറുണ്ട്. നേച്ചർ എന്താണ്? അങ്ങനെയുള്ളവർ എപ്പോഴും പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. വാദത്തിൻ്റെ നമ്മൾ പറഞ്ഞത് അവർ പെർഫെക്ഷൻ അല്ല, പക്ഷെ ആക്റ്റീവാണ്. പക്ഷെ പിത്തം എപ്പോഴും ആക്റ്റീവ് ആവണമെന്നില്ല. ആവശ്യത്തിന് അവർ ആക്റ്റീവാണ്. അവരുടെ സ്കിന്ന്, ഹെയറൊക്കെ ഓയിലി ആയിരിക്കും. വാദത്തിൻ്റെ നമ്മൾ പറഞ്ഞത് ഡ്രൈ ആണെന്നാണ്. അതേപോലെ തന്നെ ബാലൻസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടായിരിക്കും. ഇനി അതിലെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? പ്രശ്നം വന്ന് എന്തൊക്കെ സംഭവിക്കുക? ഭയങ്കര വേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്കിന്നിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അവരുടെ രുചിയൊക്കെ ഭയങ്കര ഒരു കയപ്പുള്ള രുചിയായിട്ട് മാറും. ഭയങ്കര ദാഹം ഉണ്ടാവും. കണ്ണിന് പ്രശ്നങ്ങൾ വരും. സ്കിന്നിനെയും അത് എഫക്റ്റ് ചെയ്യും. ഗ്യാസ്, അസിഡിറ്റി, ഇങ്ങനെയുള്ള ഇഷ്യൂസും വരും. അതേമാതിരി തന്നെ അവരുടെ ബോഡിയിൽ നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്മെല്ല് വരും. ഈ കുളിക്കാത്ത മാതിരിയുള്ളൊരു സ്മെല്ല്. അത് അവരുടെ ഒരു നേച്ചർ ആയതുകൊണ്ട് അങ്ങനെ ആയിരുന്നു പിത്തത്തിൻ്റെ. ഇനി അവരുടെ ഡയറ്റ് എന്തായിരിക്കും? പിത്തം ബാലൻസ് ആണെങ്കിൽ എന്ത് ഡയറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്? അവരുടെ ഫുഡ് ഈ നമ്മളെ സ്വീറ്റ് ആയിട്ടുള്ളതും കുറച്ച് കയപ്പായിട്ടുള്ളതൊക്കെ എല്ലാം കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് കൺസ്യൂം ചെയ്യണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൽ ഈ വാട്ടർമെലൺ, കുക്കുംബർ. പക്ഷെ വാദത്തിൽ മാംഗോ, ബനാന ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ദോഷത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറ്റാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒരു പിത്തം ക്യാരക്ടർ എങ്ങനെയായിരിക്കും, അവരുടെ മൈൻഡ് എങ്ങനെയാണ്, അതേമാതിരി അവരുടെ ബോഡി എങ്ങനെയാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബോഡി പറഞ്ഞ മാതിരി അവർക്ക് ഈസിലി വെയിറ്റ് ഗെയിൻ ചെയ്യാനും ലൂസ് ചെയ്യാനും അവർ അങ്ങനെ ആയിരിക്കും. അവരുടെ നെയിൽസൊക്കെ നല്ല ഫോംഡ് ആയിട്ടുള്ള നെയിൽസ് ആയിരിക്കും. അവരുടെ മുടി ഭയങ്കര കട്ടിയുള്ള മുടിയായിരിക്കും, ബട്ട് ഓയിലി ആയിരിക്കും. മെൻ്റലി ആണെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. നല്ല ഓർമ്മശക്തി ഉണ്ടാവും. ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ ഈ 3 വീഡിയോസും കണ്ടിട്ട്, അതേമാതിരി വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും കണ്ടിട്ട്, അപ്പോൾ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക, നിങ്ങൾ ഏത് ദോഷമാണ്. ഞാൻ വാദമാണോ അതോ വാദവും പിത്തമാണോ? എല്ലാവർക്കും 2 ദോഷങ്ങൾ ഉണ്ടാവും കേട്ടോ. വാദപിത്തം ഉണ്ടാവും, വാദകഫം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. സോ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക നിങ്ങൾ ഏത് ദോഷമാണ് എന്നുള്ളത്.